പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അല്ലമീൻ നൽകും വിവരങ്ങൾ. അമീൻ, ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ടോ? വലിയ സംഘർഷമാണോ ഉണ്ടായത്? വലിയ തരത്തിലേക്ക് സംഘർഷം വഴിമാറിയിട്ടില്ല വിനിത. പ്രവർത്തകർ ഇപ്പോൾ നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. പ്രവർത്തകർ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന്റെ പ്രധാന സമരഗേറ്റിന് മുന്നിലേക്ക് മുദ്രാവാക്യം വിളികളുമായി വരികയായിരുന്നു. പിന്നീട് പെട്ടെന്ന് പ്രവർത്തകരുടെ എണ്ണം കുറവായിരുന്നു, പോലീസിന്റെയും എണ്ണം കുറവായിരുന്നു. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച ചില പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇതിനിടെ ഈ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം പോലീസ് വിഫലപ്പെടുത്തി. അതിന് പിന്നാലെ അവർ വന്ന് ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അപ്പോഴും പോലീസ് 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് ജലപീരങ്കി വാഹനമായ വരുണിന് നേരെയായിരുന്നു പ്രവർത്തകരുടെ ആക്രോശം. പ്രവർത്തകർ വരുൺ എന്ന ജലപീരങ്കി വാഹനത്തിന് നേരെ ചെരുപ്പുകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസുമായി ഏറെ നേരം ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ പ്രവർത്തകർ സമാധാനപൂർവ്വം പ്രധാനപ്പെട്ട സമരഗേറ്റിന് മുന്നിൽ സംഘടിച്ചിരിക്കുകയാണ്. നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ പ്രഖ്യാപിച്ച പ്രതിഷേധം പലതരത്തിൽ സംഘർഷത്തിലേക്ക് വഴിമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണം പോലീസ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും തുടർന്നും മറ്റു സംഘടനകളൊക്കെ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ യുവമോർച്ചയുടെ പ്രതിഷേധം സമാധാനപരമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യം പ്രതിഷേധവുമായി സമരഗേറ്റിലേക്ക് മുന്നിലേക്ക് വന്നപ്പോഴാണ് വലിയ തരത്തിലൊരു സംഘർഷ അന്തരീക്ഷം ഉടലെടുത്തത്. അത് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോയില്ല. പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിൽ തമ്പടിച്ച് മുദ്രാവാക്യം വിളികളുമായി നിൽക്കുന്നുണ്ട്. നേതാക്കൾ പ്രവർത്തകർ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നേതാക്കൾ പ്രസംഗിച്ചതിനു ശേഷം വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് പ്രവർത്തകർ പോകുമോ, ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുമോ എന്നതൊക്കെ ഏറെ നിർണായകമാണ്. എന്തായാലും സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനും പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രതിഷേധം പോലീസ് മുന്നിൽ കണ്ടിരുന്നില്ല, നേരത്തെ പ്രഖ്യാപിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ എണ്ണത്തിൽ കുറവാണ്. യുവമോർച്ച പ്രവർത്തകരുടെ എണ്ണവും കുറവാണ്. വലിയ തരത്തിലുള്ള പ്രവർത്തക പങ്കാളിത്തം പറയാനില്ല. പക്ഷേ എന്നാൽ പോലും വന്ന പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനും സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനും ശ്രമിച്ചത് പോലീസിന് ഒരു തലവേദനയായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ പോലീസിനാവുകയും ചെയ്തു. ഇപ്പോൾ സമാധാനപരമായി തന്നെ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. അല്ലമീൻ നൽകുകയായിരുന്നു വിവരങ്ങൾ.